ഇതാണ് വീട്. അതെ സർ. രണ്ടുപേര് പിന്നിലത്തെ ഡോറിലേക്ക് പോ. ഇറങ്ങി ഓടാൻ ശ്രമിച്ചാൽ പൊക്കിക്കൊള്ളണം. സർ. വിളിക്കേ. മണിയല്ലേ മോനെ? ആ ഒന്ന് വന്നേ മണിയാ. എന്താ സാർ? വാ എടുത്ത് കയറ്റിക്കോ. സാർ അങ്ങോട്ട് കേറാ. സാർ. അലക്സേ, ഇവനെ കൊണ്ടുപോകാനുള്ള വെഹിക്കിൾ റെഡിയല്ലേ? റെഡിയാണ് മാഡം. മാഡം ഇവന്റെ മൊബൈൽ ഫോൺ അതിന്റെ സിം ഊരിട്ട് തിരിച്ചു കൊടുത്തേക്ക്. അവൻ ഇനി അതിന്റെ ആവശ്യം വരില്ല. വാ മാഡം. ഞാൻ അലക്സേ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ എന്റെ സർവീസ് റിവോൾവറിന്റെ ബുള്ളറ്റ് വേസ്റ്റ് ആവും. മാഡം ഞാൻ നടക്കടാ. ഷോ ദ സ്പിരിറ്റ് എന്ന ഈ പ്രോഗ്രാം ആദ്യമായാണ് അതിഥികൾ ആരുമില്ലാതെ അവതാരകൻ മാത്രമേ നടക്കുവാൻ പോകുന്നത്. ആ ഇരിപ്പിടത്തിൽ ആരുമില്ല എന്നത് ഫിസിക്കലായി മാത്രമേ പറയാൻ കഴിയൂ. അവിടെ ഒരാളിരിപ്പുണ്ട്. അത് രഘുനന്ദൻ എന്ന ഈ ഞാൻ തന്നെയാണ്. കൺഫെഷൻ എന്ന് വേണമെങ്കിലും ഈ പ്രോഗ്രാമിന് പേര് നൽകാം. രഘുനന്ദൻ എന്ന ഈ ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായി മദ്യപിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആയിരുന്നു. മദ്യപിച്ചുകൊണ്ട് ഞാൻ പ്രഭാതങ്ങളെ സ്വീകരിച്ചു. പകലുകൾ മദ്യപാനത്തിന്റെ പകൽ പൂരങ്ങളായിരുന്നു. രാത്രികൾ ആർക്കും ശുഭരാത്രി നേരാനില്ലാതെ, ആരിൽ നിന്നും നല്ല സ്വപ്നങ്ങൾ കാണുക എന്ന ആശംസ വാക്കുകൾ കേൾക്കാതെ ഉറക്കത്തിലേക്ക് കാലിടറി വീഴുകയായിരുന്നു പലപ്പോഴും ഞാൻ. ഒടുവിൽ ഒരു നാൾ കടുത്ത പിരിമുറുക്കത്തോടെ തന്നെ ഞാൻ എൻ്റെ അവസാനത്തെ ഡ്രിങ്ക് ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. പതിയെ തെളിഞ്ഞു വന്ന ബോധത്തിന്റെ സൂര്യ വെളിച്ചത്തിൽ എൻ്റെ മുന്നിൽ മണിയൻ എന്നൊരാളുണ്ടായിരുന്നു. മണിയന്റെ ദിനചര്യയിലേക്ക് കണ്ണു നീട്ടിയപ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ്. 5 വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുമെന്ന എൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ, ഭൂഗോളത്തിൽ കാലുകുത്താൻ ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും അവശേഷിക്കുന്നില്ല എന്ന് വീമ്പ് പറയുന്ന ഞാനെന്ന സഞ്ചാരിയുടെ മുന്നിൽ, വായിക്കുവാൻ ബാക്കി അച്ചടിക്കപ്പെട്ട വിശ്വസാഹിത്യ കൃതികളൊന്നുമില്ല എന്ന എൻ്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ മണിയൻ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ വന്നു നിന്നു. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, അയാൾ എനിക്കൊട്ടും അപരിചിതനല്ല. അത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ. മണിയനോട് ഒരിക്കലും ഞാൻ ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഏത് അയാളെ ട്രാപ്പ് ചെയ്തിട്ടുമില്ല. പകരം എൻ്റെ യുവ സുഹൃത്ത് ബിനോയ് എന്ന ക്യാമറാമാൻ എനിക്ക് വേണ്ടി മണിയന് പുറകെ സഞ്ചരിച്ചു. എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രോണിക് ആൽക്കഹോളിക്. ഒരു മുഴുമദ്യപാനിയുടെ ജീവിതത്തിൽ നിന്നും ഒരു ദിവസം. അനേകമായിരം കോടി രൂപയുടെ ലാഭം പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് നേടിക്കൊടുക്കുന്ന, കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലാഭകരമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പെരും ഭണ്ണാരം നിറയ്ക്കുന്നവരിൽ ഒരാൾ. നിങ്ങൾക്കറിയാം അയാളെ, മണിയനെ. അല്ലെങ്കിൽ നിങ്ങളാണ് അയാൾ. നമുക്ക് കാണാം മണിയന്റെ ഒരു ദിവസം. ബാബു കഴിഞ്ഞ മാസം പലിശ 2 ദിവസം കഴിഞ്ഞു തരാം. മേടിച്ചിട്ട് ആളവടിയാക്കണം. നോയിക്കൊണ്ടിരിക്കാതെ ബോജുവല്ല മുടിയുടെ താഴെ പോയിട്ട്. തൽക്കാലം ഇതിരിക്കട്ടെ. അപ്പൊ ബാക്കിയോ? ബാക്കി നാളെ തരാം.
ഇത് ഞാൻ കൊണ്ടുപോണേ. വേണേ വന്നിരുന്ന് കഴിക്ക് കഞ്ഞി. ഞാൻ കഴിച്ചതാ. നീ ഇവിടെ നില്ല്. നീ വന്നേ. നീ എന്റെ മക്കളെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ട്. ഇളയ 2 പെമ്മക്കളെ എന്നെ പോലെ വെളുത്തല്ലേ ഇരിക്കണേ? അതെ, മേസ്ത്രിയുടെ ഒരു ഗ്ലാമർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ. പക്ഷെ മൂത്തവൻ കറുത്താണ് ഇരിക്കണേ. ശകലമല്ല, കറുത്താണ് ഇരിക്കണേ. അതെങ്ങനെ പറ്റി? ഞാനും വെളുപ്പ്, അവളും വെളുപ്പ്. അതെന്റെ കൊച്ചല്ല തന്നെടേ. 8ാം മാസത്തിലാണ് അവൾ അവനെ പെറ്റിട്ടത്. എന്ന് വെച്ചാ അവൾ എന്റെ വീട്ടിൽ വന്ന് കേറുമ്പോ ആ പയൽ അവളെ വയറ്റിലുണ്ട്. മനസ്സിലായ? നീ എന്ത് ചെയ്യുന്ന ഇവിടെ? 2 എണ്ണത്തിന് ഞാൻ ഇതി കോർത്തെടുക്കും. എന്റെ കൊച്ചു വയറ് നിറച്ച് കഴിക്കണട്ടാ. നീ എന്താണ് എവിടെ മാത്രം എടുത്തിട്ടാണ് ഊട്ടണത്? സ്നേഹം അടുത്ത് തീർത്തടേ. നിന്നെ കൊല്ലൂടാ. അച്ഛാ ഒന്നും ചെയ്യലച്ചാ. അമ്മ ഒന്നും ചെയ്യലച്ചാ. അച്ഛാ അമ്മ ഒന്നും ചെയ്യലച്ചാ. നിനക്ക് സ്നേഹം കൂടുതലല്ലേ? നിന്നെ തീർത്തരാടി. നിന്നെ ജീവനോടെ വെച്ചോണ്ടിരിക്കും. ചെറുക്കന്റെ തന്ത ഞാൻ കണ്ടടി. തീർത്തു തരാ 2ന്. എന്താടി മോങ്ങണത്? അവക്ക് ചോറെടുത്ത് വെച്ച് ഊട്ടണം. അവളെ അമ്മയുടെ ചോറ് ഞാൻ കാണിച്ചല്ലോ. കൊന്നല്ലേ ആരിവിടെ ഉണ്ടാവില്ല ചോദിക്കാൻ. കുപ്പിന്ന് പറഞ്ഞ പരാതി. അവക്ക് ചോറ് കൊടുക്കാൻ കണ്ട സമയം. എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ ആദ്യം പിരിച്ചളയും. ഒരു ചോദിക്കാൻ വരലടി. ഒരാളിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒളി ക്യാമറ കണ്ണുകൾ പായിച്ച് അത് അനവധി കോടി ജനതയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് പിന്മാറുകയല്ല ഞാൻ ചെയ്യുന്നത്. മണിയൻ എന്ന മനുഷ്യനോട്, അയാളുടെ കുടുംബത്തിനോട് സത്യത്തിൽ ഞാൻ ചെയ്തത് നിലവാരമില്ലാത്ത വില കുറഞ്ഞ അപരാധമാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ മണിയൻ അവരോട് യോജിക്കില്ല. കാരണം മദ്യപാനം എന്ന ശീലത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പതിയെ മോചിതനായി സുഗന്ധമുള്ള സൂര്യവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ് അയാൾ ഇപ്പോൾ. മണിയൻ, എന്റെ സഹോദര, കാണുന്നുണ്ടോ താങ്കൾ ഈ പ്രോഗ്രാം? എനിക്കറിയാം ഇത്തിരി നനഞ്ഞ കണ്ണുകളുമായി അയാൾ ഇത് കാണുന്നുണ്ട്. ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് മണിയൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കജവും കുട്ടികളും മറ്റൊരു ആശ്രയത്തിന്റെ വൻ മരഛായയിലുണ്ട്. നമുക്കതും കാണാം. ഹൗസ് കീപ്പിംഗ് ഇൻചാർജ്, അങ്ങനെയൊക്കെ ആയിരിക്കും പങ്കജത്തിന്റെ ജോലിയുടെ പേര്. ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ മീര പറഞ്ഞു തന്നല്ലേ? ഗസ്റ്റ് വരും മുമ്പും പോയ ശേഷവും മുറികൾ വൃത്തിയായി സൂക്ഷിക്കുക. അതിന് സഹായികളൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത ആഴ്ച ഞങ്ങൾ പോകും അമേരിക്കക്ക്. ശരി കൊച്ചമ്മ. കൊച്ചമ്മന്നൊന്നും വിളിക്കണ്ട, മീര. പിന്നെ കുട്ടികളുടെ കാര്യം, അവരിനി പഠിക്കാൻ പോകുന്നത് ചോയ്സ് സ്കൂളിലാണ്. അയ്യോ, അതൊക്കെ കാശുള്ള വീട്ടിലെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്കൂളല്ലേ? 3 പേരെയും ഫീസ് ഒന്നും വാങ്ങാതെ പഠിപ്പിക്കാമെന്ന് രഘു സാറിന്റെ ഫ്രണ്ട് ജോസ് തോമസ്, സ്കൂളിന്റെ ചെയർമാനെ, സമ്മതിച്ചിട്ടുണ്ട്. അധികം വൈകാതെ മണിയൻ അവർക്കരികിലേക്ക് എത്തും. മണിയന്റെ കഴിഞ്ഞ കാല ജീവിതം സർവ്വസാധാരണം, അല്ലെങ്കിൽ 1,00,000 കഥകളിൽ ഒന്ന് മാത്രം എന്നാണ് നിങ്ങൾ പറയുക. ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും ഈ മാറ്റങ്ങൾ അസാധാരണം തന്നെയാണ്.
രക്ഷയുടെ മാലാഖമാർ ഒരിക്കലും എല്ലാവരിലേക്കും പറന്നിറങ്ങാറില്ല. ചിലർ മാത്രം ചിലയിടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനിയും ബാക്കി നിൽക്കുന്ന മറ്റിരകളോട് ഷോ ദ സ്പിരിറ്റിന് പറയാൻ ഇത്രയേ ഉള്ളൂ: തന്റെ രക്ഷകനായി താൻ തന്നെ മാറുക. ചെകുത്താനിൽ നിന്ന് ദൈവത്തിലേക്ക് കായപ്രവേശം നടത്താൻ നിങ്ങൾക്കേ കഴിയൂ. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ചിറകിനടിയിൽ ചേക്കേയിരിക്കുന്ന സാധുപ്രാണികൾക്ക് വേണ്ടിയാണ്. തന്നിൽ നിറയുന്ന, തന്നിൽ നിന്ന് പ്രസരിക്കുന്ന സ്നേഹത്തിനേക്കാൾ ഉന്മാദദായിയായ മറ്റൊരു ലഹരിയും ആരും ഇന്ന് വരെ ഒരു കുപ്പിയിലും നിറച്ചിട്ടില്ല. ഐ ആം രഘുനന്ദൻ, സൈനിങ് ഓഫ് ഫ്രം ഷോ ദ സ്പിരിറ്റ്. Congrats. Great show, man. ഹായ് ഹായ് മീര. യെസ്. ഹലോ. Hi, sir. Congrats. Well done, sir. It is amazing. Oh. സോ ഈ ഒരു രാത്രിക്ക് വേണ്ടി ഒരെണ്ണം പ്ലീസ്. ടേക്ക് ഇറ്റ്. Come on. Cheers. Cheers. വേണ്ടായിരുന്നു. One minute. എന്ത് പോക്കറ്റിലാണോ കാണിച്ചേ? What did I do? ഒന്ന് പോടോ. ഞാൻ സണ്ണി ഒന്ന് നോക്ക് പ്ലീസ്. ഒരു പ്രോബ്ലം ഇല്ല. Hey, what happened? ഹേ നത്തിങ്. അടുത്ത ഫ്രൈഡേ ഞങ്ങൾ യുഎസിന് പോവും. സണ്ണിയുടെ വിസ കിട്ടിയിട്ടില്ല. അവന് വരണമെന്ന് നിർബന്ധമില്ലെങ്കിൽ, എൻ്റെ കൂടെ നിൽക്കാൻ അവന് പ്രോബ്ലം ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഗ്രേറ്റ്. ഞാൻ ചോദിക്കാം. കം കം. My son, my son. നമുക്ക് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചാലോ?